സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ഇന്നൊരു മൂവി റിവ്യൂ ആണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. കൊള്ളാം, ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അങ്ങനെ അങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറൊന്നുമല്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് സാധനമാണ്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അത് പോലീസ് ഓഫീസറാണ്. യെസ്, പുള്ളിക്കാരൻ വന്നിറങ്ങുമ്പോൾ തന്നെ ആ ഒരു എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നും എത്രത്തോളം റിബലാണെന്നൊക്കെ ഒരൊറ്റ സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരൊറ്റ സീൻ ആദ്യം കാണിക്കുന്നത് ഒരു മോഷണ സീനാണ്. അതങ്ങനെ സ്പോയിലറൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അത് വന്നിറങ്ങുന്നു, ഒരു ബസ്സിൽ വെച്ച് കിടക്കുന്ന ഒരു മോഷണമാണ്. അവിടെ നിന്നാണ് കഥയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ അതിൽ ആദ്യമേ നമുക്ക് മനസ്സിലാവും വില്ലന്മാരായി അവർ തന്നെ കാണിക്കും വില്ലന്മാർ ഏതാണ് ആരാണെന്നൊക്കെ. അതുകൊണ്ട് ആരാണ് വില്ലൻ എന്നൊക്കെ നമുക്ക് ചെകഞ്ഞിങ്ങനെ ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ആദ്യം തന്നെ കാണിക്കും. സോ അതിൽ സ്പോയിലർ അങ്ങനെ പറഞ്ഞാലും സ്പോയിലർ അങ്ങനെ തോന്നൂല. വില്ലൻ നമ്മുടെ വിശാഖ് നായർ, നമ്മുടെ ഈ സിനിമയിലെ ആനന്ദ് സിനിമയിലെ കുപ്പി, എൻ്റെ മോനെ, ഒരു വില്ലൻ എലമെന്റ് തന്നെയാണ് അതിൽ, പറയാതിരിക്കാൻ വയ്യ. കാരണം അമ്മാതിരി ആക്ടിങ്ങും ആ ഒരു മേക്ക് ഓവർ ആയാലും ഒരു രക്ഷയില്ലാത്ത സാധനമാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുന്നത്. ആ കുപ്പി എന്ന ഇതിൽ ഒരിക്കലും അവനെ കാണരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ട് കിളി പറന്നുപോയി. കാരണം അമ്മാതിരി ഒരു മേക്ക് ഓവറും നല്ല അഭിനയവും വില്ലൻ മെറ്റീരിയൽ തന്നെയാണ്. ഒരു ഇന്റർനാഷണൽ ടച്ചൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. ആ ഒരു രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ റംസാനും ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് റംസാനെ ഈ സിനിമയിൽ ഡാൻസർ ആയിട്ടല്ല കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വേഷം കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ, നല്ലപോലെ ചെയ്തിട്ടുമുണ്ട്. കുഞ്ചാക്കോ ബോബന്റെയും അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ കോവിഡ്, അതായത് 2019 ശേഷം പുള്ളിക്കാരൻ ചെയ്ത സിനിമകൾ അറിയാലോ, അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് അഭിനയിച്ച് വെച്ചേക്കുന്നത്. നമ്മൾ ഒരിക്കലും ആ ഒരു ചോക്ലേറ്റ് നായകൻ എന്നും പറഞ്ഞ് പോയി കാണാതിരിക്കരുത്. അതെല്ലാം മൈൻഡിൽ നിന്ന് മാറ്റിയിട്ട് അത്യാവശ്യമല്ല, നല്ല രീതിക്ക് തന്നെ ആ പോലീസ് ഓഫീസറിന് ആപ്റ്റായിരുന്നു പുള്ളിക്കാരൻ. അത്രയ്ക്ക് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ മനസ്സിലാവും എത്രത്തോളം റിബലായിട്ടുള്ള ഒരാളാണ്, ഒരു ക്യാരക്ടറാണ് കുഞ്ചാക്കോ ബോബൻ എന്ന്. ഇതിൽ പ്രിയാമണിയുണ്ട്. പ്രിയാമണി കുഞ്ചാക്കോ ബോബൻ്റെ വൈഫാണ്. അപ്പോൾ അങ്ങനെ എടുത്തു പറയേണ്ട അങ്ങനെ വലിയ ഒരു ക്യാരക്ടറല്ല. ജസ്റ്റ് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ക്യാരക്ടർ അവർ നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല എൻഗേജിങ് ആയിരുന്നു. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് മനസ്സിലാവും വില്ലൻ ആരാണെന്ന്. നമുക്ക് മനസ്സിലാവും, അത് ആദ്യമേ അതൊരു റിവീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എൻ്റെ മൈൻഡിൽ കൂടെ പോയത് ഇത്രയും, അതായത് വില്ലന്മാരെ അറിഞ്ഞിട്ടും പിടിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകും പോലെ തോന്നി. ഫസ്റ്റ് ഹാഫിന്റെ കാര്യമല്ല പറയുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടും പോലെ തോന്നി. പിന്നെ കുറച്ച് ഗ്രിപ്പിംഗ് ആയിട്ട് വന്നത് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴാണ്. കുറച്ച് അതും ആ ഒരു ഗ്രിപ്പിംഗ് അത് കണ്ട ശേഷം പോവുകയും ചെയ്തു. പിന്നെയും ഇങ്ങനെ ലാഗായി ഇങ്ങനെ നീണ്ടുകൊണ്ടിരുന്നു. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്രതികൾ മുമ്പിലുണ്ട്, എന്നിട്ടും പിടിക്കുന്നില്ല. അത് എന്തോ ഈ 2.5 മണിക്കൂർ തികയ്ക്കാൻ വേണ്ടി ഇങ്ങനെ തള്ളി നീക്കിയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായമാണ്, ചിലപ്പം മാറാം. ക്ലൈമാക്സ് അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങി അങ്ങോട്ട് എത്തിയിട്ട് ഈ സിനിമ തീരുന്നില്ല. സെക്കൻഡ് ഹാഫിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു, എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. ഇന്റർവെല്ലിന് ശേഷം സിനിമയും നീങ്ങുന്നില്ല, സമയവും നീങ്ങുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നു, ഇത് എത്ര മണിക്കൂറാണ് സിനിമയെന്ന്. കാരണം ഏകദേശം രണ്ടേ കാലത്തേ ഉള്ളൂ സിനിമ, പക്ഷെ ഇത് നീങ്ങുന്നില്ല. എനിക്ക് ഇത് സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. കുറച്ച് എലമെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോകും പോലെ തോന്നി. എൻ്റെ അഭിപ്രായമാണ്, ഞാൻ പിന്നെയും പറയുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓരോരുത്തർക്ക് ഡിഫറൻ്റ് ആയിരിക്കാം. പക്ഷേ ഞാൻ തന്നെ വിചാരിച്ചു, ഇത് ക്ലൈമാക്സിലോട്ട് എത്തുന്നില്ലല്ലോ. ക്ലൈമാക്സിൽ എത്തിയിട്ടും ക്ലൈമാക്സ് തീരുന്നില്ല. അങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അറിയാലോ, എല്ലാ സിനിമയും തീരുന്നത് ഒരു ഹാപ്പി എൻഡിങ്ങിലാണ്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും തീരുന്നത്. സ്പോയിലറൊന്നുമല്ല, നമുക്ക് മനസ്സിലാവും, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് നടക്കാൻ പോകണമെന്നൊക്കെ. സോ യെസ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും മൂവി റിവ്യൂവിൽ പറയുന്നതാണ്, OTT ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പല രീതിയിലാവാം. അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. OTTയിലോട്ട് വരുമ്പോൾ അത് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. വൺ ടൈം വാച്ചബിൾ ആണ്, അത്ര ബോറടിപ്പിക്കുകയൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോകും. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീരും, സെക്കൻഡ് ഹാഫ് തീരുന്നില്ല. അതായിരുന്നു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഓക്കെ.